കണ്ണാ ആ കണ്ണാ ആ നിങ്ങളെന്താ വൈകീന്? കട കുത്തി തുറന്ന് എടുക്കാൻ പറ്റില്ല, തുറക്കണ്ടാ. 3 മേടിച്ചിരി. വില കുറഞ്ഞാൽ നല്ല ശല്യാന്നടാ. മെല്ലെ എണീക്കറ നീ. നോക്കണേ, ഇനി അലക്കാൻ നിക്കണ്ടാട്ടാ. കണ്ണാ, ഇനി ഇടക്കിടക്ക് എനിക്ക് വരാൻ പറ്റൂലടാ. ഇനി എല്ലാം നീ എന്നെ നോക്കണം. ഞാൻ ഒറ്റക്കാ. എങ്ങനെ രവിയേട്ടാ? നീ കക്കൂസ് പോയിനാ? ഒന്ന് പെട്ടെന്ന് ബാ, പോയിട്ട് വരാം. കണ്ണാ, നീ കളിക്കല്ലേ. എനിക്ക് പോയിട്ട് എന്തെല്ലോ പണിയുണ്ട്. എനിക്ക് വീട് നേരം വിളിച്ചു വിട്ടറാ. എങ്ങനെയാ രവിയേട്ടാ അമ്മേനെ ഹരിതനെയൊക്കെ വിളിക്കുക? ആ പ്രായ ഇതാ പറയുന്ന സമയത്ത് കല്യാണം കഴിക്കണത്. അന്നേരിതാ എല്ലാം ചെയ്യും. കക്കൂസ് പോകാനും ഷഡ് ഇടാനും ഒന്നിനും ചൊറയില്ല. കല്യാണം കഴിക്കുന്ന ഷഡ് ഇടാനും കക്കൂസി കൂട്ടി പോവാനുവാ? എന്താ സംശയം? എന്റെ ഭാര്യ കിടന്നപ്പോ ഞാനാ നോക്കിനി, ഒരു കുഴപ്പമില്ലായിരുന്നു. കണ്ണാ, നീ വിഷമിക്കണ്ടടാ. കണ്ണുണ്ടെങ്കിലേ കണ്ണിന്റെ വിലയേറിയൊരു കണ്ണാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഒരു കല്യാണം കഴിക്കടാ. പോട്ടറാ. അല്ല കണ്ണ, അടുത്തുണ്ടാവുമ്പോ നീ കെട്ടുന്നത് മോശല്ലേ? ഇവിടെ ഓക്കെത്ര ആലോചന വന്ന്. ലോകത്തില്ലാത്ത ഡിമാൻഡ്. ഭൂലോക രമ്പ്യാന്ന അവളെ വിചാരം. ഓളെ കാര്യത്തിൽ ഇടപെടണമെന്ന് അവള് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അവിടെ ഞാനൊന്നും പറയാൻ നിൽക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നീ ധൈര്യമായിട്ട് വീട്ടിൽ പോയിട്ട് പറ. എനിക്ക് ധൈര്യത്തിനും തുറവ്. പിന്നെന്ത് നാണോ? ചെറിയൊരു നാണം അമ്മേനോട് പറയുമ്പോഴേ. പക്ഷേ നീ കൂടെ ഒന്ന് വാടാ. അമ്മേ, എന്നാ ഇത് കൊണ്ടേക്കോ, വീണ്ട. കൊല്ലണ ഈ ചെറ്റ, വേറെ ചെറ്റ. അമ്മേ, അമ്മ കുറച്ച് വെള്ളം തരുവാ. ആ മേശപ്പുറത്തിട്ടാ. ഇത് തണുത്ത ഐസ് പോലെ. ഞാൻ വരുന്നേ. ഇത് നല്ല ചൂടുണ്ടല്ലോ. പിന്നെ നിനക്ക് തളച്ചോളാ വേണ്ട. അവിടെ ഇരിക്കേ, ഞാൻ ചൂടാക്കി തരാം. അമ്മേ, എനിക്കൊരു കാര്യം സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയാം. കൈക്കൊന്നും ഇല്ല, നല്ല വെറുപ്പിക്കണ്ട് പറയുന്നത്. അതല്ല, ഞാൻ പ്രഭാകരന്റെ വീട്ടിൽ കൂടുതൽ പോയാലും കമ്പനിക്കാർക്കല്ല ഒരേ നിർബന്ധം. പുതിയ വീട് വെക്കാനാ? മണ്ടം ഗുണാപ്പി അതൊന്നും അല്ല. എല്ലാരും പറയാ, കണ്ണാ 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 എനിക്കൊരു കല്യാണം കഴിച്ചൂടേന്ന്. ഞാൻ പറഞ്ഞു, അമ്മക്ക് ഇഷ്ടമുള്ള കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കൂന്ന്. അമ്മേന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. നീ എന്താ പ്രാർത്ഥന കേട്ടു? കേട്ടു കേട്ടു, ഞങ്ങളെയും കേട്ടു. എങ്ങോട്ടാ? സ്കൂളില്ലേ? എന്തല്ലോ എന്തല്ലോ? എന്റെ ശംസു 5 മിനിറ്റ് എന്ന് പറഞ്ഞ അരമണിക്കൂറായി. നീ എന്താ കളിക്കുന്നത്? സുധാര ഈ ഷർട്ടൊന്ന് മാറ്റട്ടെ. അല്ലടാ, നമ്മൾ ഏത് ഭാഗത്തേക്കാ പോകുന്നത്? നമ്മളിന്ന് കുന്നൂരു. ആടെ ഒരു ശങ്കരന്റെ മോളുണ്ട്. പേര് പേരെല്ലാം പോട്ട്. നീയോളെ കണ്ടിനാ? ഞാൻ കണ്ടിട്ടില്ലപ്പാ. കണ്ണനെ ചേരൂലേ? ചേരുമായിരിക്കും. കണ്ടിട്ടില്ലേ? കാണാനല്ലേ പോകുന്ന. സുധാര, എനിക്ക് വലിയ സൗന്ദര്യമുള്ള പെണ്ണൊന്നും വേണ്ട. നല്ല തറവാടുത്തുണ്ടാവണം. പിന്നെ കുറച്ച് കളറ്, നീണ്ട മൂക്കായിരിക്കണം, ഉണ്ട കണ്ണ്, നമ്മളെ നയൻതാരനെ പോലെ. പറ്റിയ കുറച്ച് മുടിയും. കണ്ണാ, ഇതൊക്കെ ഉള്ളൊരു പെണ്ണിന് ഓക്കോളതായ സങ്കല്പം ഉണ്ടാവില്ലേ? എന്നെ പറ്റിയൊരു വിചാരം വേണ്ട നിനക്ക്? എന്താ മൂടി നമുക്ക് ശരിയാക്കാം. ശംസോ, പേരെന്താന്ന്?
ഇതിവന്റെ സ്വന്തം വീട് തന്നെയാണോ അല്ല മുറി വാടകയ്ക്കാണ്. കച്ചവടം പുറത്തായിരുന്നു. ഓ ശരിയാ. പിന്നെ ഞാങ്ങാലും കൂടിയിട്ട് ഓനെ നാട്ടിൽ തന്നെ സെറ്റാക്കി അല്ലടാ. ഓ അതെ അല്ലേ. ചായ കുടിക്ക്. ഇതിപ്പോ നടന്നു നടന്ന് നമ്മള് പറച്ചോന്റെ അടുത്ത് എത്തല്ലോ. നീയും കേരള എങ്ങോട്ടാ സുധാകര? ഇല്ലപ്പാ, എത്താനായി കുറച്ചുകൂടി ഇല്ലു. ഇല്ല ഇല്ല ഇല്ല, ഞാൻ മതി മതി മതി, എനിക്കിനി വയ്യ. എന്തിനാണ് കിടക്കുന്നത്? നമ്മളെ ചെറുപ്പല്ലൊന്നുമില്ലല്ലോ. എടാ കണ്ണാ, ഏടുത്ത പെണ്ണിനെ കിട്ടിയാലേ നീ ഒറ്റ മാസം കൊണ്ട് എല്ലാം കോലോ. അമ്മ ആരി കേട്ടല്ലേ കേറും കിഞ്ഞ് കളിക്കുന്നേ. ഒരു കാര്യം ഉറപ്പിച്ച് പറയാ, ഏടുത്ത പെണ്ണ് നല്ല സ്ലിം ആയിരിക്കും. കറക്റ്റ്. ഇങ്ങനെ കേറി ഇറങ്ങി പോവല്ലേ. ഓളെ അച്ഛന്റെ വീടിനൊരു തെളിച്ചില്ലടാ വിദ്യ. പിന്നെ മോനോടെ സ്ഥിരാമസത്തിൽ വരുന്നല്ലേ അല്ല വിദ്യ? മീറ്റിംഗ് എന്താ ചോദിച്ച വേറെ പറഞ്ഞാ മതിയേ. കശുവണ്ണി നോക്കാൻ വന്നു എന്ന് പറഞ്ഞു. കണ്ടി വേണ്ട, എന്താ പറയാ, കുരുമുളക് പറഞ്ഞു. ചന്ദ്രൻ പെണ്ണ് കാണാൻ പോയ കാര്യം പറയണ്ടേ. എന്താ വിദ്യാധര, സുഖല്ലേ? ഓ എവിടാ പോയത്? നമുക്ക് കുരുമുളക് നോക്കാൻ പോയതാ. എന്തേ? ആ സുധാകരൻ നീ ഉണ്ടോടെ? നന്നായി. നല്ല തോട്ടാന്നട്ടാ. ശരിയാ. ആ കണ്ണാ, അത് നടക്കൂലടാ. എന്തേ? കല്യാണം കഴിഞ്ഞാൽ നീ ഓളെ കൊണ്ട് ദുബായ് സെറ്റിൽ ആവണമല്ലോ. ഈ തോട്ടിന്റെ അപ്പുറം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇന്നലെ അമേരിക്കയിൽ നിന്ന് വന്നാണല്ലോ. ഷംസു, സുധാര ഇവിടെ എത്തിയ എവിടെ പോയാലുണ്ടല്ലോ ഈ കുരുപ്പുകള് പുട്ടിലിട്ട് തേങ്ങമാതിരി. കണ്ണാട്ടാ, നമുക്ക് എങ്ങനെങ്കിലും ഇവരെ കാട്ടി മുമ്പിൽ അക്കരെത്തണം. അങ്ങനെ അക്കരത്തേൽ എന്തായാലും പെണ്ണുറപ്പാ. അനങ്ങി നിൽക്കാണ്ട് വേഗം വാ, നമുക്ക് എന്തായാലും ആക്കാം. വാ. ഗോപിയെ വരുന്നുണ്ടായിട്ടിങ്ങ. എന്താ ആ സുധാര വിദ്യേ കേറിന്നോ. സുധേട്ടാ, ഇതേ കണ്ണാ. ആ ഇതല്ല, നമുക്കേ 2 മണിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അക്കരെ പോയിട്ട് വരാട്ടാ. ആ ഒന്ന് ശരിയാവല്ലോ സുധാര, ഞങ്ങൾക്കും പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് അല്ലേ? ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വേണ്ടപ്പാ അല്ലേ? അതെയാ, എന്നാ പിന്നെ പാലം വരട്ട് എന്നിട്ട് നോക്കാം. പിന്നെ അല്ല നമുക്കിട്ടുണ്ടാക്കുന്നു. അല്ല വിദ്യ, ഇയാളെന്താ വേക്കോട്ടാതോ ഇന്ന് അത് എത്തുന്നില്ല. ഹലോ, എപ്പോ ഓനെ ഉറപ്പുണ്ടോ? അത് ശരി. പിന്നെ നമ്മളെന്തിനാ ഇവിടെ ജീവിക്കുന്നത്? അല്ലല്ല, നിങ്ങൾ ഫോൺ വെച്ചോ. ഓന്റെ കാര്യം ഞാൻ തീരുമാനാക്കാം. നിങ്ങൾ കണ്ട സുധാര കണ്ണാ, നീലടപെടരുത്. ഇവപ്പ ചെയ്ത പണിന്റെ നീ പെട്ടക്കല സുധാര, നമുക്ക് പരിഹരിക്കാന്ന്. ബാലേട്ടാ, ഇവനൊക്കെ നമ്മൾ സ്വന്തം അനിയനെ പോലെ കണ്ടത്, ഈ നായിനെ അല്ലേ? ഓ എന്ത് പണിയാക്കിണ്ടെങ്കിലും നമ്മളെ മുന്നിൽ നായിനെ തല്ലമാരി തല്ലാൻ സമ്മതിക്കല്ലോ സുധാര. ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അക്കരത്തെ അവനെ കൊല്ലും ഈ നായിനെ. ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ തോണി അല്ലേ വന്നിട്ട് ഇന്ന് വന്നേ. ആടെ പോയി എന്താ അച്ഛ തീരുമാനിക്കും? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എന്നെ കൊണ്ടാവില്ലേ ഇതൊന്നും കണ്ടുക്കാൻ. വിദ്യമോനെ, നിന്റെ നല്ല മനസ്സ്, പക്ഷെ ഈ നായിനെ. നിങ്ങൾ പോയിക്കേ. ഇതാണ് ശരിവാ. അല്ല വിദ്യ, നമ്മെല്ലാം ചന്ദ്ര, നീ ഇടപെടരുത്. ഇവര് ഞാൻ അവിടെ പോയി കൊല്ലും. കണവാ കണാ, ചെക്കനെ നോക്കണേ. കേറി കേറി കേറി. മാറി നിക്കടാ. നമ്മയല്ലേ പോണ്ട്. കണ്ണ 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 തോണി വേം വിടണേ. എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും ഭ്രാന്ത്. നീ എന്തിനാ ചെക്കനെ വെറുതെ അച്ഛന്? ഓന്റെ ബായി നിന്നാ ചോരെല്ലാം വരുന്നു. ചോരല്ലേ? ലക്ഷണം കണ്ട അക്കരെ പോയി പെണ്ണായിട്ടേ വരുള്ളൂ. നീ ആരാ ഫോണിൽ വിളിച്ചേ? വിളിച്ചതില്ല അച്ഛൻ കണ്ട തുക്കുമാരാ. ഇടപെട്ട ഐഡിയക്കാരാ വിളിച്ചത്. അന്നേരം കോള് വന്നിട്ടില്ലെങ്കിൽ ഒരു തോണി കയറും, അക്കരത്തെയും ചെയ്യും. ഇപ്പൊ നമ്മ കേറിയില്ലേ? ഏത് അപ്പൊ വെറുതെ വെച്ചാന്നല്ലേ? ഞാൻ വിചാരിച്ചു ശ്രീയേച്ചിയുടെ ഫോട്ടോക്ക് ലൈക്ക് അടിച്ചോണ്ടായിരിക്കുന്നു. അതിനുള്ളതല്ലേ പിന്നെ തരുന്നുണ്ട്. ഇതിപ്പോ കണ്ണന്റെ കല്യാണത്തിന് കേട്ടാ. കണ്ണാന്റെ കല്യാണത്തിനല്ലേതാ? അതിന് ഒരടിയല്ല, ഞാൻ 9 അടി. അതാ ആ കാണാണോ? ആന്നെ വീട് അങ്ങോട്ട് അടുപ്പിച്ചോ. ആ വെള്ളം കയറിയ പാഞ്ഞ് മുകളിൽ കയറിയിക്കാം. അവനെ പിടിച്ചോ, ഞാൻ വെള്ളത്തിലേക്കും വീഴണ്ട. നോക്കിയാ ബാക്കോലല്ല, ഫ്രണ്ടില് ഭയങ്കര ദാരിദ്ര്യാണ്. ഏതാ ദരിദ്രവാസി? പറയട്ടാ.
എന്തല്ല ഓമനെ ഓമനെ ഇതാരല്ലോ വന്നിട്ട് പിരിവാറാണെന്ന് തോന്നുന്നു. പിരിവൊന്നല്ലപ്പാ, വേറൊരു കാര്യത്തിനാന്ന്. ഓമനേട്ടേ ഇതാണ് പെണ്ണ്. അല്ലപ്പോ ഇതാര് സുധാകരന? നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയെല്ലാം അറിയാം. നമ്മളെ തിരക്ക് നിങ്ങൾക്ക് അറിയില്ലേ? വാ കേറ്, ഉള്ളിലിരിക്കാല. രാമോട്ട നമ്മളെ മനസ്സിലായില്ല. രാമോട്ടാ നിങ്ങക്ക് മനസ്സിലായവനാ? അക്കരയിലത്തെ എരിഞ്ഞിട്ട് ശ്രീജനെ കഴിച്ചിട്ടേ ഓനാ. ചന്ദ്ര ഓർ നമ്മളെ പറ്റിച്ചാൻ തോന്നല്ലോ. വിദ്യേ ഐറ്റിങ്ങ മനഃപൂർവ്വം തോണി അക്കരയൊന്നും വിടാത്തായിരിക്കും കേട്ടോ. അമ്മ വെറുതെ ഇടിരുന്ന് വെയില് കൊള്ളണ. നിങ്ങൾ ടെൻഷൻ ആവണ്ടാന്ന്, ഇത് നടന്ന് കൂട്ടിയാ മതി കിട്ടുവാ. നിങ്ങൾ പെണ്ണിനോട് പോയി കുറച്ച് ചായ ഒക്കെ എടുത്ത് പെട്ടെന്ന് വരാൻ പറ. ഇത്രയും സമയം പെണ്ണ് കിടിയുണ്ടായി. ഇപ്പൊ അന്ന് അങ്ങോട്ട് ഇറങ്ങി. ഷാനന്റെ വീട്ടിൽ ചുരിദാർ ഷേപ്പാക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം ചെയ്യും. നിങ്ങൾ കേറിയിരിക്കും, ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾ ഒന്ന് ഇങ്ങോട്ട് വന്നേ. നിങ്ങ കേറിയിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് വാ. നിങ്ങൾ വേഗം പോയിട്ട് ഓളെ കൂട്ടിട്ട് വാ. അപ്പളേക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കട്ടെ വരും. ഈ ഉച്ചക്ക കുടിക്കാൻ കൊടുക്കരി, ചോറ് കൊടുത്താ മതി. അതിന് ഇന്നലത്തെ ഉണക്ക് വറവേലില്ലു. അതിന് ഞാൻ നാക്കണ്ട്. ആ നീ എന്തെങ്കിലും ആക്ക്, ഞാൻ അവളെ കൂട്ടിട്ട് വരാം. ഞാൻ പോന്നു, നിങ്ങളാരും വരുന്ന എന്നാ ഞാനുണ്ട്. വാടേന്ദ്ര ഞാനും വിദ്യേ വാ, നമുക്ക് ഇനി വേറെ എവിടെയും പോയിട്ട് വെയിലുള്ള വാ. വലട്ടാ ഓൻ എത്ര നേരം വേണമെങ്കിലും വെയിലുള്ളാലോ. ഓന്റെ കയ്യിൽ കൊടണ്ടല്ലോ.